ഹേയ് ഗൈസ് വാട്ട്സ്ആപ്പ്. അപ്പം നമുക്ക് ഇന്നൊരു പുതിയൊരു വ്ളോഗിലേക്ക് ഇന്നത്തെ ദിവസം തുടങ്ങാൻ സുഹൃത്തുക്കളെ. കാരണം ഇന്ന് നാഷണൽ ഡേ ആണ്. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിന്ന് നേരെ അപ്പോൾ ഞാൻ രാവിലെ ഉറക്കഴിച്ച് ഫ്രഷായി ഇവിടെ നിൽക്കുക. എന്താ പ്ലാനിങ് എന്ന് സെറ്റാക്കാൻ വേണ്ടി. അപ്പോൾ എൻ്റെ പ്ലാനിങ് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ ദുബായിക്ക് പോവാം. ദുബായിൽ നിന്ന് നേരെ കരാമയിൽ നിന്ന് സുബീഷേനെ പിക്കപ്പ് ചെയ്യാം. എന്നിട്ട് സുബീഷേനെ എടുത്തുകൊണ്ട് നേരെ നമുക്ക് ശ്രീകാന്ത് ഉണ്ട്, ശ്രീകാന്തിൻ്റെ അടുത്തേക്ക് പോയിട്ട് അവിടെ ശ്രീകാന്തിനെയൊക്കെ അറിയാം നിങ്ങൾക്ക്, പഴയ ഒരു വീഡിയോയിലൊക്കെ ഉണ്ട് ശ്രീകാന്ത് സുബീഷേട്ടന് നമ്മളൊരു ടെൻ്റൊക്കെ അടിക്കണം. അതേ അപ്പം നേരെ നമുക്ക് ശ്രീകാന്തിൻ്റെ അടുത്ത് പോകാം. ശ്രീകാന്തിൻ്റെ അടുത്ത് നിന്ന് ചെന്നിട്ട് നമുക്കിവിടെ അടുത്തല്ല കുറച്ച് ലോങ് സ്ഥലമുണ്ട്, ജബൽ ജൽസ് എന്ന് പറയും. അവിടേക്ക് പോകാം. നമുക്ക് ജബൽ ജൽസിൽ പോയിട്ട് അവിടെ പോയി കുറച്ച് ടെൻ്റ് അടിക്കാൻ പറ്റില്ല, കാറ്റ് കാരണം ടെൻ്റ് അടിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ചിക്കനൊക്കെ ഒന്ന് ഇത് ചെയ്ത് ചുട്ട് കഴിക്കാം സുഖത്തേക്ക്. അതാണ് ഇന്നത്തെ വീഡിയോ. ഇതൊക്കെ എത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. ഒരു പ്ലാനും ഇല്ല എൻ്റെ വീഡിയോയിൽ. പോകുന്നു, എടുക്കുന്നു, വരുന്നു. അതാണ് നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോകൾ കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കതൊക്കെ റെഡിയാക്കാം, എല്ലാം റെഡിയാക്കാം. അതേപോലെ തന്നെ പുതിയ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വെറൈറ്റികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വെറൈറ്റികളൊന്നും കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒരു പൊടിക്കൈകളെ കൊണ്ടിങ്ങനെ പോണ സുഹൃത്തുക്കളെ. അപ്പോൾ നമുക്ക് ഇന്ന് നേരെ ഇതാണ് വ്ളോഗ്. നമുക്കൊരു ജബൽ ജേഴ്സിൽ പോയിട്ട് ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യുന്നതാണ് ഇന്നത്തെ വ്ളോഗ്. അതാണ് ഇന്നത്തെ ദേവാസത്തിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ സുഹൃത്തുക്കളെ. അപ്പോൾ അതേപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ കുറച്ച് നെക്സ്റ്റ് വീഡിയോയ്ക്കും ഇതേക്കണക്ക് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതേപോലെ നമുക്ക് നേരെ ഇവിടുന്ന് നേരെ ദുബായിക്ക് പോവാം. ലെറ്റ്സ് ഗോ ഗായ്സ്. സുബീഷേട്ടൻ കൂടി വന്നപ്പോൾ സുബീഷേട്ടൻ എനിക്ക് പൊറോട്ടയും ബീഫും വാങ്ങിക്കണം. അതും കരാമയിലെ ആരാമത്തിലാണ്. അപ്പോൾ നമുക്കിതെന്തായാലും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം എന്താണ്. അങ്ങനെ ഞാനൊരു പൊറോട്ട എടുക്കുക. പിന്നെ ടേസ്റ്റി ആണല്ലേ. കുറച്ച് ബീഫ് ഇങ്ങനെ എടുക്കുക. ഇത്തിരി പൊറോട്ട ഇങ്ങനെ എടുക്കുക. ചെറിയ പൊറോട്ടയാണ്, പക്ഷെ സൂപ്പർ ടേസ്റ്റ് എന്നാണ് പറയുന്നത്. മിക്സ് ചെയ്യുക. ഇല്ല അപ്പോൾ സൂപ്പർ. ഇന്നൊരു ബീഫ് കൂടി എടുക്കാം. രക്ഷയില്ല. ഞാനിതെന്തായാലും കഴിച്ചു തീർന്നിട്ട് വരാം, വിശന്ന് വരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നല്ല പൊറോട്ടയും ബീഫും ആയിരുന്നു. എന്താ പറയുക, ബീഫ് എന്തോ നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഇങ്ങനെ 4 പൊറോട്ടയും ഒരു ബീഫ് കറി എല്ലാം കൂടി ഒരു 32 ദറംസായി. നിങ്ങൾ വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഞാൻ ലൊക്കേഷൻ എൻ്റെ കമൻറ്റ് ബോക്സിൻ്റെ താഴെ ഞാൻ പിൻ ചെയ്തിരിക്കുക. വന്നൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ കരാമയിലാണ്. ഞാൻ സുബീഷേനെ കൊണ്ട് നേരെ ഇനിയിപ്പോൾ അജ്മാനിലേക്ക് പോകും. അപ്പോൾ എന്തായാലും അജ്മാനിൽ പോയിട്ട് ബാക്കി കാണാം. ഹേയ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഇവിടെ അജ്മാനിലെത്തിയ സുഹൃത്തുക്കളെ. അങ്ങനെ അജ്മാനിലെത്തി ഇവിടുന്ന് നേരെ അജിലിനെ നമ്മൾ പിക്ക് ചെയ്ത്, പിന്നെ അജയ് ഉണ്ട്, പിന്നെ താണ്ട് സുബീഷേട്ടൻ താ പോകുന്നു. പിന്നെ എൻ്റെ കോസ്റ്റ്യൂംസൊക്കെ ഞാൻ ചേഞ്ച് ചെയ്തു സുഹൃത്തുക്കളെ. ഒന്നും അങ്ങോട്ട് പറ്റത് ഞാൻ സെറ്റായില്ല. അവിടെ പോകുന്നിടത്തൊക്കെ ഭയങ്കര തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ ഒരു വുഡിയും ഒക്കെ വാങ്ങിച്ച് പിന്നെ ഈ പാൻറ്റും സെറ്റാക്കി. അപ്പോൾ നേരെ ഇനിയിപ്പോൾ അടുത്ത് ഒരു ഫ്രണ്ടുണ്ട്, പുള്ളിയുടെ അടുത്ത് പോവുക. പുള്ളിയെ പിക്ക് ചെയ്ത് നേരെ നമുക്ക് അവിടെ പോവാം. അവിടെ ഞാൻ പറഞ്ഞ ജബൽ ജേഴ്സ് അല്ലേ, അത് നമ്മൾ ചേഞ്ച് ചെയ്യും. നമുക്ക് അവിടെ പോയിട്ടൊരു പ്ലാൻ ചെയ്യാം, അങ്ങോട്ടാണ് പോകണ്ട എന്നൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഞാൻ നിങ്ങളോട് പറയാം. അപ്പോൾ അതാണ് ഇവർ 3 പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ അവിടുന്ന് ഫുഡും കഴിച്ചിട്ട് നേരെ അജ്മാനിലേക്ക് വന്ന് ഇവരെ എടുത്ത് ഇവിടെ നിന്ന് നടന്ന് നമ്മൾ നേരെ
അടുത്ത് വേറൊരു ഫ്രണ്ട് പുള്ളിയുടെ അടുത്ത് പോകും, ശ്രീകാന്തിൻ്റെ അടുത്ത്. നിങ്ങൾക്ക് അറിയാമല്ലോ, ശ്രീകാന്തിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് കാണാം. അപ്പോൾ നേരെ ഇനി അവിടെ പോയിട്ട് നോക്കാം. നമുക്ക് ക്രോസ് ചെയ്യാനായിട്ട് ഇവിടെ സിഗ്നൽ വരും, അപ്പോഴേ ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലടാ. ഇതൊക്കെ അറിഞ്ഞൂടാത്ത കുട്ടികൾക്കാണ് അറിഞ്ഞൂടാത്ത കുട്ടികൾക്കാണ് ഞാൻ പറഞ്ഞു തന്നത്. നിങ്ങൾ നോക്കി പഠിച്ചോണം. ഒറ്റ തവണ ഇത് പറഞ്ഞു 400 ദറംസ് ഫൈൻ വാങ്ങിച്ച എന്റെ കുടമേ. ഇപ്പൊ നമുക്കിത് ക്രോസ് ചെയ്തിട്ട് പോവാം. ഗൈസ്, അങ്ങനെ നമ്മള് കാറി കയറി ശ്രീകാന്തിന്റെ. ഇതാണ് ശ്രീകാന്ത്. അപ്പോ ഇത് അജയ്, ഇത് ഞാൻ പറഞ്ഞല്ലേ, സോറി കേട്ടാ. അപ്പൊ നമ്മള് നേരെ ഇനിയപ്പോ എവിടെ അതെ ഇനി എവിടെയാ പോണേ? നെസ്റ്റോയില്ല അല്ലേ? എൻ്റെ സെറ്റിങ്ങിലല്ല, മാപ്പ് സെറ്റിങ്ങിലല്ല പൊക്കോണ്ടിരിക്കുന്നത്, ഇവരുടെ സെറ്റിങ്ങിലാണ് പോണത്. അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പം പോണ എവിടെയെങ്കിലും ആയാലും നിങ്ങൾക്ക് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്യണേ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യണേ. അപ്പം നമുക്ക് നെക്സ്റ്റ് പോയിട്ട് ചിക്കൻ വാങ്ങാം. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ചാർക്കോള്, ഗ്രില്ല്, അതേപോലെ തന്നെ വേറെ എന്നാണ്, ചാർക്കോള്, ഗ്രില്ല്, പിന്നെ വേറെ എന്തോന്ന് വേണം? അപ്പോൾ അതെല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ചിക്കൻ വാങ്ങണം. മെയിൻ സാധനം വാങ്ങിച്ചില്ല നമ്മൾ, ബാഞ്ചില്ല. അപ്പം നേരെ ചിക്കൻ വാങ്ങാൻ പോകും. അങ്ങനെ നമ്മൾ നെസ്റ്റോയിലെത്തി. അപ്പോൾ ഇനിയിപ്പോൾ നെസ്റ്റോയിൽ കയറി ചിക്കൻ വാങ്ങുക. അതേപോലെ തന്നെ ഇവിടെ ആകുമ്പം അത്യാവശ്യം മസാലയൊക്കെ ഇട്ട ചിക്കനൊക്കെ കിട്ടും. നമുക്ക് അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്കറിയില്ല, നോ ഐഡിയ. അപ്പോൾ അതേപോലെ ശ്രീകാന്ത് പറയുന്ന അവിടെ ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് പോയിട്ട് എന്തായാലും നോക്കാം. നമ്മളങ്ങനെ ചിക്കന് ഇവിടെ നിന്ന് വാങ്ങും. ഈ മസാല ഇട്ടില്ല, ഇതിലേതെങ്കിലും ഒന്ന് എടുക്കും. ഇത് കളർ ഡാർക്ക് കളർ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഒരു 1/2 kg ഒരു കിലോ എടുത്ത്, പിന്നെ ഈ ബട്ടറും അത് സ്പൈസിൽ നിന്നൊന്നും ബട്ടറിൽ നിന്നൊന്നും എടുത്തിട്ടുണ്ട്. ഓ ടോട്ടലി ഗൈസ് 1 kg 2 കൂടി വാങ്ങിച്ചപ്പോൾ 50 ദിർഹംസ് ആയി കേട്ടോ. 2 kg മൊത്തം 2 kg വാങ്ങിച്ച് 2 കൂടി എത്ര 50 ദിർഹംസ് ആയി ഗൈസ്. നാട്ടിലെ 1300 ദിർഹംസ് നാട്ടിൽ. ഓക്കെ, രൂപ 1300 രൂപ, സോറി. അപ്പോൾ നമ്മൾ അത് രണ്ടും എടുത്തിട്ടുണ്ട്, ഓരോരോ kg വെച്ച്. അപ്പോൾ ഇത് പർച്ചേസ് ചെയ്ത് നമുക്കിനിയിപ്പോൾ വേറെ എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എടുത്തിട്ട് പോകാം. പിന്നെ നമ്മൾ പോപ്കോൺ വാങ്ങിച്ചു. ഇതെന്താ? കോണ്, സോറി ഞാൻ മറന്നുപോയി ഗൈസ് പെട്ടെന്ന് പേര്. കോണ്, പിന്നെ ലെമണ്, പിന്നെ സ്വീറ്റ് പൊട്ടറ്റൊക്കെ വേവോ എന്തോ മധുരക്കിഴങ്ങ്. ഉപ്പെന്തിരി ഇപ്പൊന്നും വേണ്ട. പർച്ചേസ് ചെയ്യാൻ കയറി 3 ബോട്ടിൽ വെള്ളം വാങ്ങിച്ച്, പിന്നെ മിക്സർ വാങ്ങിച്ച്, പിന്നെ പ്ലേറ്റ് വാങ്ങിച്ച്, അവിടെ കപ്പ് വാങ്ങിക്കുന്നു. ഇതേപോലെ വന്ന് ഇപ്പോൾ സാധനങ്ങളുടെ എണ്ണം കൂടുന്നതാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ സുഹൃത്തുക്കളെ അപ്പോൾ നമുക്ക് ഇനിയും കുറച്ച് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വാങ്ങിച്ച് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് അത് കൊണ്ടുപോണ്. എല്ലാം അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മളവിടെ ഇറങ്ങി. എത്രയായെന്ന് വെച്ച് കഴിഞ്ഞാൽ 105 ദിർഹംസായി മൊത്തത്തിൽ. സാധനങ്ങൾ വാങ്ങിച്ചിറങ്ങിയപ്പോൾ 105 ദിർഹംസ്. 105 ആയപ്പോൾ നാലിൽ എത്ര 2500 ദിർഹംസായി. 200 രൂപയായി കേട്ടോ 105 ദിർഹംസ് ആയപ്പം. അപ്പോൾ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നേരെ നമ്മളെവിടെ പോകണം? ജബിൽ ജയ്സ് അവിടെയാണ് പോണത്. അപ്പോൾ അവിടെയാണ് പറഞ്ഞിരിക്കണേ. ഇനി മാറ്റുമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും മാറ്റുന്നുണ്ടെങ്കിൽ ഞാൻ പറയാം. വേറെ സുബീഷേട്ട എവിടെ പോയി? പൈസ സുബീഷേട്ടനാണ് കൊടുത്തത് നമ്മുടെ. എനിക്കൊന്നും പറയാനില്ല എൻ്റെ പ്രേക്ഷകരോട്. നന്ദി നമസ്കാരം. നിനക്കൊന്നും എൻ്റെ പ്രേക്ഷകരോട് പറയാനില്ല. പ്രേക്ഷകരെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, അത്ര തന്നെ. സ്റ്റാർട്ടിങ് ആകുമ്പോൾ അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, പക്ഷെ അങ്ങനെ സപ്പോർട്ട് ചെയ്ത് നല്ല നിലയിൽ എത്തുക, അതാണ് നമുക്ക് പറയാനുള്ളത്.
അപ്പോൾ കേട്ടല്ലോ സുഹൃത്തുക്കളെ. അപ്പോൾ എൻ്റെ അജയ് കുട്ടൻ പറഞ്ഞത് എല്ലാവർക്കും എന്നോട് ഭയങ്കര സ്നേഹമാണ്. എന്താണെന്ന് അറിയില്ല, എല്ലാവർക്കും എന്നോട് സ്നേഹമാണ്, എന്തോ എന്നെ ഇഷ്ടമാണ്. ലൈറ്റ് വാങ്ങിച്ചു, സ്റ്റൗ വാങ്ങിച്ചില്ല കേട്ടോ. സ്റ്റൗവിൻ്റെ ആവശ്യമില്ല നമുക്ക്. ഇതെങ്ങനെ കോൺ എങ്ങനെ കവർ ചെയ്യണേ? അത് മറ്റേ ഇതിൽ ചെയ്യും. ഈ കോണിലുണ്ടല്ലോ അതിങ്ങനെ മുരിഞ്ഞ് വരുമ്പോൾ കുറച്ച് ചീസ് ഇങ്ങനെ തേച്ച് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ കഴിക്കുക. ചീസ് ഇല്ലല്ലോ, ചീസ് നിങ്ങൾ വാങ്ങിച്ചില്ലല്ലോ, സങ്കല്പിച്ച് കഴിക്കേണ്ടി. ആ അതെ. ചിലതൊക്കെ നമുക്ക് എന്താ നടക്കാത്ത കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ ആലോചിച്ച് ആശ്വസിക്കുന്നു. നിങ്ങളെല്ലാം ഡേറ്റ് മൈൻഡ് അല്ലേ, അതുകൊണ്ടാ ഞാൻ അതല്ല ഉദ്ദേശിച്ച അല്ലേ. അപ്പൊ നമുക്ക് നേരെ ഇനിയിപ്പോ ഇവിടുന്ന് ഇനിയിപ്പോൾ നേരെ ഇവിടെ നിന്ന് തിരിക്കാം. ഇനി ഞാൻ എവിടെയാ എന്ന് പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം ഗൈസ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പല ഡിസിഷനിലാണ്. ഞാനൊരു ഡിസിഷൻ, സുബീഷേട്ട ഒരു ഡിസിഷൻ, എല്ലാവരും ഓരോരോ ഡിസിഷനിലാണ്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് അപ്പോൾ എന്തായാലും ഞാൻ അവിടെ ചെല്ലുന്ന സ്ഥലത്ത് ഏതാണെന്നൊക്കെ ഞാൻ ചെന്നിട്ട് പറയാം. അപ്പം അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് പോവാം. ജയ്സിൽ നമ്മൾ പോയില്ല, നമ്മൾ നേരെ വേറെ സ്പോട്ടിൽ വന്നു. പക്ഷേ ഇവിടെ ഒന്നും നിങ്ങൾക്ക് ഒന്നും അറിയാൻ വയ്യ, അത് ഒന്നും കാണാൻ വയ്യ. എന്തായാലും ഞാൻ ചിക്കൻ ചുടുമ്പോൾ വെട്ടം വരും, അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സുഹൃത്തുക്കളെ. ഇതേതാ? വാദി ഖാദ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നല്ല സ്ഥലമാണ് കേട്ടോ, സൂപ്പറാണ്. പക്ഷേ ഫുള്ള് ഇരുട്ടായി, ലൈറ്റൊന്നുമില്ല, ശോക അവസ്ഥയാണ്. നമ്മൾ ലൈറ്റ് ഇതാ ഇവിടെ സെറ്റ് ചെയ്ത്, പക്ഷേ ഇതൊന്നും കാണാൻ പറ്റില്ല ഇവിടെ, അതാണ് പ്രശ്നം. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഈ ലൈറ്റിൻ്റെ ഇവിടെ വന്നാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ ചിക്കൻ ചുടുന്നതും പിന്നെ അതൊക്കെ കഴിക്കുന്നതും അത് സെറ്റപ്പ് ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം കുറച്ച്. ബാക്കി എല്ലാ വീഡിയോസും ഞാൻ അപ്ഡേറ്റ് മോർണിംഗ് ചെയ്യാം, അല്ലാണ്ട് വെട്ടമില്ല. മോർണിംഗ് ഞാൻ ഇവിടുത്തെ അറ്റ്മോസ്ഫിയറും ഇവിടുത്തെ കാഴ്ചകളൊക്കെ അപ്ഡേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ ചിക്കൻ ജസ്റ്റ് ഒന്ന് ചുടുന്നതും അതൊക്കെ ചെയ്യാം. ബട്ട് ഞാൻ എന്താ പ്രശ്നമായി പോയെന്ന് വെച്ചാൽ ഞാൻ ലൈറ്റ് എടുത്തില്ല. ലൈറ്റ് എടുത്തില്ല, അതാ പ്രശ്നമായ. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ നാളെ രാവിലെ കുറച്ച് വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതിന് ഇവിടുത്തെ ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കൂറ്റം മല നിരകൾ നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നതാണ്. ഒക്കെ ചെയ്ത് താണ്ട് നോക്കിയേ അജിലും. അപ്പൊ നമ്മുടെ താണ്ട് ടെന്റൊക്കെ താണ്ട് സുഹൃത്തുക്കളെ താണ്ടാണ്. പിന്നെ നമ്മൾ ബാർബിക്യൂ ചെയ്തതൊന്നും നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല, കാരണം ഇവിടെ ഫുള്ള് ഇരുട്ടായിരുന്നു, നിങ്ങൾക്ക് അത് കാണാനും പറ്റില്ല. അതേപോലെ തന്നെ നമ്മളെല്ലാം ടെസ്റ്റ് ചെയ്ത് നല്ല സൂപ്പർ ചിക്കനായിരുന്നു. നെക്സ്റ്റ് വീക്ക് ഞാൻ വെരി 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 ഗുഡ് തംബ്നെയിൽ കൊടുക്കുന്നു. അപ്പോൾ അതേപോലെ തന്നെ ഇതിനെല്ലാം സ്പോൺസർഷിപ്പ് ചെയ്ത നമ്മുടെ സുബീഷ് ചേട്ടനും ശ്രീകാന്തിനും വളരെയധികം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ എക്സ്പീരിയൻസിനായിട്ട് നിങ്ങളും വരിക, ഇങ്ങനെ മലയോരങ്ങളിൽ ടെൻ്റ് അടിക്കുക, ഇങ്ങനെ ചിക്കൻ ചുടുക, ലൈഫ് എൻജോയ് ചെയ്യുക, ഇത്രയേ ഉള്ളൂ. ഇതേപോലെ തന്നെ ഇതെല്ലാം സെറ്റായിട്ട് ഞാൻ ഇനി മോർണിംഗ് ഞാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ബാക്കിയുള്ള വീഡിയോസ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതിന്. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഫുള്ള് ഇതിൻ്റെ ബാക്കിയായിട്ട് നാളെ രാവിലെ ഞാൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ. പിന്നെ നമ്മുടെ അജയ്ക്ക് അത് എന്താ പറയാനുള്ള നമ്മളെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ള?
എല്ലാരും ചക്കര സപ്പോർട്ട് ചെയ്യാം. ഹാപ്പി നാഷണൽ ഡേ. അപ്പൊ അതേപോലെ എല്ലാവർക്കും ഹാപ്പി നാഷണൽ ഡേ. എത്രാമത്തേന്ന് പറയും? എൻജോയ് ചെയ്യാ, ആസ്വദിക്കുക. അതാണ് നമ്മുടെ സെക്കൻഡ് വൈബാണ് UAE. അതാണ്. അപ്പൊ അതേപോലെ ഇനി നമുക്ക് മോർണിംഗ് കാണാം സുഹൃത്തുക്കളെ. ബൈ ബൈ. നമ്മൾ ഇവിടെ നിന്ന് ഇനിയിപ്പോ ഇറങ്ങാൻ പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ടെന്റ് അടിച്ചത് സുഹൃത്തുക്കളെ. അപ്പോ അടിപൊളിയായിരുന്നു. മറന്നില്ലല്ലോ. അപ്പോൾ അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. ഇപ്പോൾ ഒരു 6:30 മണിയായി. 6:30 ആയില്ലടാ, 6 മണിയായി. ചെറുതായിട്ട് വെട്ടം വെച്ച് വരുന്നുണ്ട്. ഉണ്ടാക്കിയത് നമ്മൾ വന്നപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ അവരങ്ങ് പോയി. ഞാൻ എന്തായാലും ഈ ലൊക്കേഷൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയുടെ താഴെ ഞാൻ കമൻറ്റ് ചെയ്ത്, അല്ല വീഡിയോയുടെ താഴെ ഞാൻ പിൻ ചെയ്തിരിക്കാം. നല്ല തണുപ്പുണ്ട്, അത്യാവശ്യം കിട്ടില്ല തണുപ്പുണ്ട് കേട്ടോ. കയ്യ് കൈസാവുന്നുണ്ട്. നല്ലൊരു സൈലൻ്റ് ഏരിയ ആയിരുന്നു, അടിപൊളിയായിരുന്നു. നമ്മളും ആരും ശല്യമൊന്നും ഇല്ലായിരുന്നു ഇവിടെ. അടിപൊളിയായിരുന്നു, നൈസ് ഒരു സ്പോട്ട് ഏരിയ ആയിരുന്നു. അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കണ്ട് അടിച്ചു പൊളിച്ചു സുഹൃത്തുക്കളെ നമ്മൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ എന്തായാലും പുറത്തേക്ക് ഇറങ്ങാം. ഗായ്സ്, ഇതാണ് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നമ്മൾ ചായ കുടിക്കാൻ വന്നേന്. ഇവിടെ അടുത്ത് വേറെ ചായക്കട അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഒരു ചായക്കടയുണ്ട്, ചെറിയൊരു ചായക്കടയാണ്, പക്ഷെ അത്യാവശ്യം നല്ല പൈസയാണ്. ഇവിടെ വേറെ തൊട്ടടുത്ത് ചായക്കട അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. എല്ലാം നിങ്ങൾ കൊണ്ടുവന്ന് ഉണ്ടാക്കി കഴിക്കാൻ നോക്കുക. നല്ല ഫുള്ള് മല ഏരിയയും വേറെ അത്യാവശ്യം ആളുകളൊന്നും ഇല്ല ഇവിടെ. ആകെ ഒരു ഷോപ്പാണുള്ളത് ഇവിടെ, അതും നല്ല എക്സ്പെൻസീവായിട്ടുള്ള ഷോപ്പാണ്. പിന്നെ അതേപോലെ തന്നെ സെറ്ററൊക്കെ കൊണ്ടുവരാൻ നോക്കുക. അതേപോലെ വെള്ളം അങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വണ്ടിയിൽ തന്നെ കീപ്പ് ചെയ്യുക, പുറത്തുനിന്ന് വാങ്ങാൻ നിൽക്കാതെ ഇരിക്കുക. അത്യാവശ്യം ചെറിയ ഗ്യാസ് കൊണ്ട് ഈ സുലൈമാനിയൊക്കെ നമുക്ക് അവിടെ തന്നെ ഉണ്ടാക്കാമായിരുന്നു, പക്ഷേ നമ്മളെ കയ്യിൽ അതൊന്നുമില്ല. അപ്പം എൻ്റെ കയ്യ് കൈസാവുന്ന ഫീലാണ്, ഭയങ്കര തണുപ്പ്, നിറക്കാവല്ല. അപ്പോൾ അതേപോലെ അടിപൊളിയായിരുന്നു ഇന്നലെ രാത്രി. പക്ഷേ അതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. വിത്തോട്ട് എവിടെയാ? വിത്തോട്ട് അപ്പോൾ ഒരു സുലൈമാനിയൊക്കെ കുടിച്ച് നമ്മൾ രാവിലെ മോർണിംഗ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ നമ്മൾ ടെൻ്റ് അടിക്കാൻ വരുമ്പോൾ ഉള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മളെ സാധനങ്ങളൊക്കെ കീപ്പ് ചെയ്യുക. പവർ ബാങ്ക് ആവട്ടെ, അങ്ങനെയുള്ള ഐറ്റംസുകൾ കീപ്പ് ചെയ്യുക. പിന്നെ നമുക്കൊരു ഏറ്റവും വലിയ പറ്റിക്കുന്ന ലൈറ്റ് നമ്മുടെ ഭയങ്കര ബാഡായിരുന്നു. അത് ഞാനും എടുത്തില്ല, നമ്മൾ വാങ്ങിച്ചത് അത്ര പോരായിരുന്നു. അതുകൊണ്ട് ലൈറ്റിംഗ് സെറ്റപ്പൊക്കെ ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഈ ഏരിയയിൽ വരുന്നത് ഇവിടെ ലൈറ്റൊന്നും ഇല്ല, ഫുള്ള് നമ്മൾ ഒരു ടൈമിൽ വന്നപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആയപ്പോൾ ആരും ഇല്ലാണ്ടായി. അതാണ് വാദിയൽ ഖദ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത് പ്രോപ്പർലി. അപ്പോൾ എന്തായാലും ഞാൻ ടെൻ്റ് അടിച്ച സ്ഥലം ഞാൻ കമൻറ്റ് ബോക്സിന് താഴെ പിൻ ചെയ്തിരിക്കാം. ആർക്കെങ്കിലും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വന്ന് നോക്കുക. അപ്പോൾ ഓക്കെ ഗായ്സ്, ഇങ്ങനെ മലയിൽ ഇങ്ങനെ നോക്കിയേ, മലയുടെ അവിടെ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരണത് വേണ്ടോ? ഉദിച്ച് വരണതേ ഉള്ളൂ മലയിൽ. നല്ല സ്ഥലമല്ലേ? ഭയങ്കര തണുപ്പ്. സ്വെറ്ററൊന്നും ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യൻ പണ്ടാരായി പോയാണ് ഗൈസ്. ഓ, ഭയങ്കര തണുപ്പെന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്. ഇപ്പം നമുക്ക് ഇവിടെ നേരെ സുബീഷനെ കൊണ്ടാക്കാൻ വേണ്ടി ദുബായിക്ക് പോകണം. നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കണമെന്നുണ്ടായിരുന്നു. കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വണ്ടി നിർത്തിയത്. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പോവാം.
അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ കരാമയിലെത്തിയിരിക്കുകയാണ്. സ്വദേശികളെ കൊണ്ട് രാവിലെ ഇപ്പോൾ ഒരു എത്ര മണിയായി? 9:15 ആയിട്ടുണ്ട്. അപ്പോൾ 9:15 ആയി. നമ്മളിവിടെ കരാമയ്ക്കാണ്. ഇനി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാൻ നമുക്ക്. അതാണ് ഇന്നത്തെ പരിപാടി. അങ്ങനെ നമ്മൾ കേരളത്തിൽ വന്ന് സ്വദേശിയേട്ടൻ പൊറോട്ടയും മുട്ടക്കറിയും മേടിച്ചു. ഞാൻ അപ്പവും മുട്ട റോസ്റ്റും. അപ്പോൾ എൻ്റെ അപ്പവും മുട്ട റോസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് മുട്ട റോസ്റ്റ് എടുക്കുക. കുറച്ച് മുട്ട റോസ്റ്റ് എടുക്കുക, വയ്ക്കുക, കുറച്ച് മുട്ട എടുക്കുക, നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു പീസ് എടുക്കുക. നല്ല സോഫ്റ്റ് അപ്പം. കുറച്ച് മുട്ട റോസ്റ്റ് എടുക്കുക, സൂപ്പർ. നല്ല മുട്ട റോസ്റ്റ്, നല്ല സ്പൈസിയാണ്, എല്ലാം കുഴപ്പമില്ല. ഇതങ്ങനെ സുബീഷ് ചേട്ടൻ പോവുകയാണ്. അപ്പം ഇനി ഇതിലാണ് സുബീഷ് ചേട്ടൻ്റെ റൂമിൽ പോണ്. അപ്പം ഇന്നത്തെ ഒരു വീക്കെൻഡ് അങ്ങ് കഴിഞ്ഞ് തീരാറായി. അപ്പോൾ എന്തായാലും നമുക്ക് റൂമിൽ ചെന്നിട്ട് കാണാം. ബൈ. അങ്ങനെ നമ്മൾ കമ്പനിയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, ഇന്നിപ്പോൾ 2 മണിയായിട്ടുണ്ട്. ഇന്നും കൂടെയാണ് ലാസ്റ്റ് ഡേ ആണ് വീക്കെൻഡ്. നാളെ തൊട്ട് ഡ്യൂട്ടിക്ക് പോകണം. അതേപോലെ തന്നെ നമ്മൾ സുബീഷ് ചേട്ടനെ കൊണ്ടാക്കിയിട്ട് പിന്നെ ഞാൻ ഇങ്ങ് വന്ന്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഞാൻ പിന്നെ ഇന്നലെ ഉറക്കമൊന്നും ശരിയായില്ല. ഇനിയിപ്പോൾ പോയി കിടന്ന് ഉറങ്ങുന്നു. എന്തായാലും ഒരു വെറൈറ്റി വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും കണ്ട് ആസ്വദിച്ചെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇനിയും വെറൈറ്റി വീഡിയോസുമായി ഞാൻ വീണ്ടും പറയുന്നത്. അതുവരെ ഞാൻ ഈ വീഡിയോ അതിന് മുന്നേ ഞാൻ ഈ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.